എന്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ കാലത്തും പഴയ ആൾക്കാരുണ്ട് എന്റെ കൂടെ നിൽക്കുന്നത്. കാരണം ഞാൻ ആരും ഉപദ്രവിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തലയെടുപ്പോ സംതിങ് നമ്മളെ ക്യാരി ഓവർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. പക്ഷെ ഡാഡി ആ ഓർമ്മയിൽ നിന്ന് തിരിച്ച് ഉണർന്നില്ല. സ്വയം തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ സ്വയം തിരുത്തി. എനിക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റിൽ. അത് എനിക്ക് മാത്രം മനസ്സിലാവുന്ന, ബാക്കി ആർക്കും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഞാനല്ലാതെയായി മാറി എന്ന് വെച്ചാൽ ഷൈൻ അല്ലാതെ. പക്ഷെ ഷൈൻ ഇപ്പോൾ ഒരു മാറ്റങ്ങളാണ് സംഭവിച്ചത്. പോലീസിന്റെ ജോലിയിലും ചില കണക്കുകളുണ്ട്, ചില കണക്കൂട്ടലുകൾ ശരിയാവും, ചില കണക്കൂട്ടലുകൾ തെറ്റിപ്പോവും. അവിടെയാണ് നമുക്ക് ഹിറ്റ് ചെയ്യുന്നത്. എന്തോ സംതിങ് എന്റെ ഉള്ളിൽ എന്തോ റോങ് ഉണ്ട് അന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ മനസ്സിലാവുന്നത്. അന്നത്തെ ഇന്റർവ്യൂവിൽ ഡാഡി പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ഇത്രയും നാളും ഡാഡിയും മമ്മിയും മാനേജറായിട്ട് പോയി, ഇനി എനിക്ക് ഡാഡി ആയിട്ടൊന്ന് പോകണം. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലെ മുന്നിലേക്ക് നടക്കണം, അല്ലെങ്കിൽ പോകണം, അല്ലെങ്കിൽ തള്ളണം. അപ്പോൾ നമ്മൾ തന്നെ ഇറങ്ങി നടക്കണം മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പോകും. എന്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു പെരുന്നാളിന്റെ സമയത്ത്. അല്ല, വിൻസി അത് തുറന്നു പറഞ്ഞോട്ടെ. ഇപ്പൊ തുറന്നു പറഞ്ഞൊരു പറച്ചിലാണ്. എനിക്ക് പല മാധ്യമങ്ങളിലും എൻ്റെ കുടുംബത്തെ കുറിച്ചും ഡാഡിനെയും മമ്മിയും അനിയനെയും ജോക്കുടിനെയും കുറിച്ചും കീറി മുറിച്ച് ചർച്ച ചെയ്യുന്ന തരത്തിലടക്കം, അതായത് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ. ഇപ്പോഴും എനിക്ക് വ്യക്തതയില്ലാത്ത ചില ഓർമ്മകളിൽ നിന്നാണ് പലപ്പോഴും പല ദിവസങ്ങളും ആരംഭിക്കുന്നത്. ഷൈൻ എന്നൊരു വ്യക്തിയിൽ മാറ്റങ്ങൾ അവർ കണ്ട് സംസാരിച്ചു. പലപ്പോഴും അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാവരിലും സംഭവിക്കാം, ചിലപ്പോൾ കൂടി കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ അഹന്ത എന്ന് പറയുന്നത്, ആ ഈഗോ എപ്പോഴും നല്ലതാണ് നമ്മളെ മുന്നോട്ട് നയിക്കാൻ. അത് വിൻസി പറഞ്ഞ കണ്ടോ, എനിക്കും അങ്ങനെ വിൻസിയിൽ നിന്നും അനുഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കുണ്ടായ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. ഞാൻ ചെയ്ത അടിത്തട്ട് എനിക്കിപ്പോഴും വിചാരിക്കും എന്തുകൊണ്ടാണ് ആളുകൾ വരാതിരിക്കുന്നത്. ആളുകളെ എന്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഞങ്ങൾ ഒരുമിച്ച് ഒരു ആംബുലൻസിലാണ് വന്നത്, ഞാനും മമ്മി. ഡാഡി എവിടെയാണെന്ന് മമ്മി ചോദിക്കും. ഞാൻ പറയും ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എന്ന് പറഞ്ഞിട്ട് കരയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് അങ്ങനെയെങ്കിലും, അല്ലാതെ ഡാഡി മരിച്ചു എന്ന് മമ്മിയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയാം. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്, ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. പുത്തൻ സിനിമയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ 3 അതിഥികൾ, 3 പേർക്കും സ്വാഗതം. വെൽക്കം. മലയാളം മനസ്സിലാവും, തെലുങ്കിൽ വെൽക്കം എന്ന് പറഞ്ഞു. എങ്ങനെയൊന്ന് പറഞ്ഞു തരാണ്? എനിക്കറിയില്ല. തെലുങ്കിൽ എങ്ങനെ വെൽക്കം? അന്തരാണ് അന്തരമാണോ? എന്താണ് അങ്ങനത്തെ തെലുങ്കിൽ ഹൗ സേ വെൽക്കം? സ്വാഗതം. അത് മലയാളം അതാണ് ഇപ്പൊ മനസ്സിലായില്ലേ? അത് മനസ്സിലായി. സ്വാഗതം, നമസ്കാരം ഓൾസോ തെലുഗു. സംസ്കൃതമാണോ? സംസ്കൃതത്തിൽ നിന്നാണ് തെലുങ്ക് ഉണ്ടായിട്ടുള്ളത്. എല്ലാം സംസ്കൃതത്തിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. മലയാളവും എല്ലാം അങ്ങനെ ഉണ്ടായിരിക്കണം അല്ലേ? ഓക്കെ. അപ്പം ഒരു പുതിയ സിനിമ, വിൻസി, ഷൈൻ, ശ്രീകാന്ത് ഗാരു, നടൻ, പ്രൊഡ്യൂസർ. വെൽക്കം കേരള. ഓക്കെ. എനിക്കൊന്ന് സൂത്രവാക്യം സിനിമ വലിയ പ്രതിസന്ധിയിലൂടെ പോയിട്ട് ഇപ്പോൾ റിലീസിന് ഒരുങ്ങുകയാണ്. പ്രഷർ കാത്തിരിക്കുകയാണ് ഈ സിനിമയ്ക്ക് വേണ്ടി. എൻ്റെ ട്രെയിലർ ഇറങ്ങിയപ്പോഴും ടീസർ ഇറങ്ങിയപ്പോഴും അതുപോലെ കൈ നീട്ടി മലയാളി പ്രഷർ സ്വീകരിച്ചു. ഷൈനുള്ളൊരു ഈ സിനിമയിൽ ഷൈൻ ചെയ്ത ഒരു പോലീസ് കഥാപാത്രം വാർത്താ സമ്മേളനത്തിൽ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇത്രയും പ്രിയമാകാൻ എന്താണ് സൂത്രവാക്യത്തിൽ? ഒരു പ്രൊഡക്റ്റ് നമ്മൾ ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്നതാണ് നമ്മളെ പ്രിയപ്പെട്ടതാക്കുന്നത്. അത് കഥ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എല്ലാ പടങ്ങളും ക്വാളിറ്റിയിൽ ഉണ്ടാക്കണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ പലപ്പോഴും ആ ക്വാളിറ്റിക്ക് നമ്മൾ വിചാരിക്കുന്നത്ര ക്വാളിറ്റിയിൽ ഉണ്ടാവാറില്ല. പലപ്പോഴും ചിലപ്പോൾ ഉണ്ടാവും. സംഭവിക്കുന്നത് എപ്പോഴും ആ ഡയറക്ടറുടെയും ആ ടീമിൻ്റെയും എഫേർട്ട് കൊണ്ടാണ്. ആക്ടേഴ്സിൻ്റെ എഫേർട്ട് കൊണ്ട് ഒരിക്കലും ഒരു പടം ക്വാളിറ്റിയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അതിനായി ഡയറക്ടർ വിചാരിക്കണം, ഡയറക്ടറുടെ കൂടെയുള്ള ടീം വിചാരിക്കണം. ആക്ടേഴ്സിന് ഒരു പരിമിതിയുണ്ട്. അവർക്ക് നല്ല രീതിയിൽ ഡയറക്ടറിനെ ഫോളോ ചെയ്യുക, അനുസരിക്കുക, ലൊക്കേഷനിലെ പുള്ളി പറയുന്നതനുസരിച്ച് പെരുമാറുക. ക്വാളിറ്റിയിൽ ഉണ്ടാവുന്നത് എപ്പോഴും ഡയറക്ടറിനെ അപേക്ഷിച്ചിരിക്കും. അപ്പോൾ ഇത് എപ്പോഴും സിനിമ എന്ന് പറഞ്ഞ ഡയറക്ടറുടെ കലയാണ്. അപ്പോൾ ഒരു പടം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കറിയാം, ആദ്യത്തെ ഒരു ദിവസം കടന്നു പോകുമ്പോൾ തന്നെ അറിയാം ഇത് എത്രത്തോളം ക്വാളിറ്റിയിൽ ഉണ്ടാവുള്ളൂ. അത് ഈ നിമിഷം വരെ അതിൻ്റെ ക്വാളിറ്റി കൂടിയിട്ടേ ഉള്ളൂ. അത് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള പ്രൊഡ്യൂസറും അതിൻ്റെ ഡയറക്ടറിനെ സഹായിക്കുന്ന ടീമും എല്ലാം കൂടിയിട്ടാണ് സംഭവിക്കുന്നത്. പ്രത്യേകിച്ച് ഡയറക്ടറും ക്യാമറമാനും.
അപ്പോൾ അതാണ് ഒരു സംഭവം നല്ല ക്വാളിറ്റിയിൽ ഉണ്ടായി വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രതീക്ഷ. ആളുകൾക്ക് അത് ഇഷ്ടപ്പെടും, ആളുകൾ കൂടുതൽ കാലം ചർച്ച ചെയ്യും, അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തും, കൂടുതൽ ദിവസങ്ങൾ തിയേറ്ററിൽ കളിക്കാൻ പറ്റും എന്നുള്ള പ്രതീക്ഷ. പിന്നീടല്ല, സിനിമ കാണുന്ന പ്രേക്ഷകർ ആദ്യത്തെ ഷോയും ആ സമയവും പിന്നെ ആ കഥ എങ്ങനെ അവരേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അവരെ അത് രസപ്പെടുത്തിയോ, രസം ഇല്ലാതാക്കിയോ എന്നൊക്കെ അപേക്ഷിച്ചിരിക്കും അതിൻ്റെ പിന്നീടുള്ള യാത്ര. പക്ഷെ ഒരു സംഭവം ക്വാളിറ്റിയിൽ ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് പകുതി സമാധാനമാവും. അതാണ് ഈ സൂത്രവാക്യത്തിലുള്ള നമ്മുടെ പ്രതീക്ഷ. സൂത്രവാക്യം എന്ന് പറയുന്ന വാക്കുകൾ നമ്മൾ ഉപയോഗിക്കും. സൂത്രവാക്യം എന്ന് പറഞ്ഞ അർത്ഥങ്ങൾ ഒത്തിരിയാണ് അല്ലേ. നമ്മൾ തന്ത്രപരമായുള്ള സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക, തലയണമന്ത്രം പോലെ സൂത്രങ്ങൾ പറഞ്ഞു കൊടുക്കുക, അങ്ങനെയൊക്കെയാണ് ഈ സൂത്രവാക്യം നമ്മൾ പഴഞ്ചൊല്ലിൽ പറയുന്നത്. അത്തരം ഒരു രീതി ഈ സിനിമയിലുള്ള ടീച്ചർ കുട്ടികളുടെ അടുത്ത് രഹസ്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു, സിനിമ കണ്ടാലേ മനസ്സിലാവുള്ളൂ എന്ന് പറയല്ലോ കേട്ടോ, സിനിമ കണ്ടാവുള്ളൂ. അങ്ങനെ സൂത്രവാക്യം എന്ന പേരിൻ്റെ ഒരു കോൺസെപ്റ്റാണ് ഞാൻ പറഞ്ഞത്. ഞാൻ കുറെ സൂത്രവാക്യം പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കാനിരിക്കും, പക്ഷെ പിള്ളേരെല്ലാവരും സാറിന്റെ സൂത്രവാക്യം കേൾക്കാൻ വേണ്ടി പോവും. ഇതാണ് ഇതിന്റെ ഒരു അല്ലേ ബേസിക്. പിന്നെ ഈ ഇവരുടെ ലൈഫിൽ കുറച്ച് ഇവന്റ്സ് നടക്കുന്നുണ്ട്, കുറച്ച് കാര്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. അതിൽ വരുന്ന ഒരു എന്താ പറയുക ഇൻവെസ്റ്റിഗേഷനും അവരുടെ കുറച്ച് കാര്യങ്ങളൊക്കെ കൂടിയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പം എൻ്റെ ഈ ഒരു ക്യാരക്ടർ നിമിഷ എന്ന് പറയുന്ന ഒരു ടീച്ചറിൻ്റെ ക്യാരക്ടറാണ് സൂത്രവാക്യത്തിൽ ചെയ്യുന്നത്. അതെന്ന് പറയുന്നത് പിള്ളേരുടെ ഒരു പിള്ളേർക്ക് സംഭവിക്കുമ്പോൾ അവർക്ക് എപ്പോഴും കൂടെ നിൽക്കുന്ന, അവരെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ. അവർക്ക് പേഴ്സണൽ ലൈഫിലും കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോൾ അവർ സപ്പോർട്ട് ചെയ്ത് അവരെ മനസ്സിലാക്കി കൂടെ നിൽക്കുന്ന ഒരു ടീച്ചർ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്, ഒരു സപ്പോർട്ടിങ് ക്യാരക്ടറാണ് ഞാൻ ചെയ്യുന്നത്. എനിക്ക് ഷൈൻ ചെയ്തിരിക്കുന്ന നേരത്തെ പറഞ്ഞ പ്രസ് മീറ്റിൽ പോലീസ് വേഷങ്ങൾ പലതും ചെയ്തിട്ടുണ്ട്. ഇതിൽ വ്യത്യസ്തമായ പോലീസ് വേഷം എന്ന് പറയും. ഒരു ടീച്ചറിൽ നിന്നുള്ള കുട്ടികൾ ഒരു പോലീസ് ഓഫീസർ ഇപ്പം നടക്കുന്നുണ്ട്, അങ്ങനെ സംഭവങ്ങളും സമൂഹത്തിൽ കാണുന്നുണ്ട്. നമ്മൾ ഒരു സ്പെഷ്യൽ ക്ലാസ്സിന് പോലെ കുട്ടികൾ പോകുന്നു. ഷൈൻ എന്ന ഒരു പോലീസ് ഓഫീസർ ആക്ടർ, ആ പോലീസ് ഓഫീസറിൽ നിന്നും വിൻസി എന്ന ആ ക്യാരക്ടറിന്റെ പേര് എന്തായിരുന്നു ടീച്ചറിന്റെ? നിമിഷ എന്ന ടീച്ചറിന് ഉണ്ടായിരിക്കുന്ന അനുഭവം എന്തായിരിക്കും? ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ട് ചെയ്യുന്ന സമയത്ത് ആക്ടേഴ്സ് എന്ന നിലയ്ക്ക് നല്ലൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. ഡെഫിനറ്റ്ലി നല്ലൊരു ഗിവ് ആൻഡ് ടേക്ക് ആയിരുന്നു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഓടിച്ചാടി നടന്നിട്ട് പെട്ടെന്ന് ആ സമയം ആകുമ്പോഴത്തേക്കിനും വന്ന് നമ്മളോട് ആ ഒരു കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഒക്കെ പ്രോപ്പറായിട്ട് തരുമായിരുന്നു. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു. ഒരു എനർജി ലെവലിൽ മാത്രമായിരുന്നു കുറച്ചൊന്ന് കോപ്പപ്പ് ചെയ്യാനുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ എനർജിയാണ് ഷൈനെ ഇപ്പോൾ ഇവിടെ വന്നിരുത്തുന്നത്. ആ സിനിമയിലുണ്ടാകുന്ന എനർജി, സിനിമയോടുള്ള പ്രിയം. ഷൈൻ ഇപ്പോൾ വയ്യെങ്കിൽ പോലും ഒരു സിനിമയോടുള്ള പ്രിയമാണ് ഷൈൻ ഇവിടെ കാണിക്കുന്നത്. അല്ല, സിനിമ അത് നമ്മുടെയാണല്ലോ. നമ്മൾ അതൊരു സിനിമയിൽ ഇന്നാവുന്നതോട് കൂടിയിട്ട് അത് നമ്മുടെയായി. അത് വേറൊരാളുടെ അല്ല, അത് നമ്മുടെയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പം നമ്മളാണ് അതിന് മുന്നിട്ട് ഇറങ്ങേണ്ടത്. എന്തൊക്കെ പ്രതിസന്ധികളുണ്ടെങ്കിലും ദ ഷോ മസ്റ്റ് ഗോ ഓൺ എന്ന് പറയുന്ന പോലെ ഇത് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കണം, ബാക്കിലോട്ട് പോകാൻ പറ്റില്ല. മുന്നോട്ട് പോകണമെങ്കിൽ എല്ലാവരും ഒന്നിച്ച് മുന്നിലേക്ക് നടക്കണം, അല്ലെങ്കിൽ പോകണം, അല്ലെങ്കിൽ തള്ളണം. അപ്പോൾ നമ്മൾ തന്നെ ഇറങ്ങി നടക്കണം മുന്നോട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിന്ന് പോകും, സ്റ്റക്കായി പോകും. ഇത് പ്രൊഡ്യൂസറുടെ സിനിമയാണ്, ഡയറക്ടറുടെ സിനിമയാണെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ പടമാണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ല. അതിന് ചെറിയൊരു ക്യാരക്ടർ ചെയ്യുകയാണെങ്കിലും, ഒരു 5 മിനിറ്റിൻ്റെ ക്യാരക്ടർ ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ പടമാണ്. അപ്പോൾ നമ്മൾ തന്നെ ഇറങ്ങി നിന്ന് അതിൻ്റെ ഒപ്പം സഞ്ചരിക്കണം, അല്ലെങ്കിൽ അതിനോടൊപ്പം സഞ്ചരിക്കണം, അതിൻ്റെ മുന്നിൽ സഞ്ചരിക്കണം. അതാണ് ഈ യാത്ര, അതാണ് ഈ സിനിമയുടെ സൂത്രവാക്യം. സൂത്രവാക്യം ഈ ആക്ച്വലി ഫോർമുലാസ് എന്നല്ല പറയുക, കണക്കുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ ഞാൻ കണക്ക് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഇതിൽ ജീവിതത്തിൽ കണക്ക് ഇഷ്ടമല്ല, കണക്ക് കൂട്ടൽ പലതും തെറ്റിയിട്ടുള്ളതും. ഞാൻ ഒരിക്കലും കണക്ക് കൂട്ടാത്ത ഒരാളാണ്. നിമിഷ ടീച്ചറും കണക്ക് എടുക്കുന്ന ടീച്ചറാണ്. അപ്പോൾ അതുകൊണ്ട് മൊത്തം ചില കണക്കുകളാണല്ലോ. പോലീസിൻ്റെ ജോലിയിലും ചില കണക്കുകളുണ്ട്. ചില കണക്കൂട്ടലുകൾ ശരിയാവും, ചില കണക്കൂട്ടലുകൾ തെറ്റിപ്പോവും. ചില കണക്കുകൾ സോൾവ് ചെയ്യുന്ന പോലെ തന്നെയാണ് കേസ് അന്വേഷണം. അതിനെ സോൾവ് ചെയ്ത് കറക്റ്റ് ഉത്തരത്തിലെത്തിപ്പെടുന്നത് പോലെ നമ്മൾ അന്വേഷണത്തിനും കറക്റ്റ് ഒരു പോയിന്റിലേക്ക്, ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും. അപ്പം ആകത്തുകയായിട്ടാണ് സൂത്രവാക്യം എന്ന് പറയുന്ന ഒരു പേര് യൂജിന് ആ പടത്തിന് നൽകിയിട്ടുള്ളത്. ഡയറക്ടർ വേറെ ആള്, പ്രൊഡ്യൂസർ നടൻ. എന്ത് തോന്നുന്നു? മലയാളം മനസ്സിലാവുന്നു പറഞ്ഞു എന്നോട്, അതുകൊണ്ട് അഭികൈസതൊക്കെ एक्टर एक्टर प्रोड्यूसर अभी कैसा देखा है फिल्म? अच्छा, बहुत अच्छा है.
ദ മൂവി പ്രൊഡ്യൂസറാണ് ഒരു പടം തുടങ്ങുന്നത്, അതേപോലെ മൂവി തുടങ്ങുന്നതും പുള്ളിയിൽ നിന്നാണ് അല്ലേ? അതെ ഫ്രം യുവർ ക്യാരക്ടർ ദ മൂവി starts. Yeah. ആദ്യ ഫ്രെയിമും അത് തന്നെയാണ്. Frame. But whole movie they. ഫസ്റ്റ് ഫ്രെയിം ലാസ്റ്റ് ഫ്രെയിം വരെ ഉണ്ട്. First frame, last frame. Producer, they put the producer like that. No. My character is Jay Surya. So Jay Surya character, investigation support, like newly joined station. I'll be the constable. So I'll be supporting in the investigation with exciting. And as a producer, I really felt very happy while doing the whole process. In Telugu, I have produced 7 films. So there, 7 films. 7 films. So there, on the set, it is very tough dealing with a lot of people. Here, it was very smooth, very very smooth actually. The art director Sajun Chattan, he has done like very good job with all the sets and all that. And DOP, you have seen the screens, it is very good. Artists, they have done, so it was like easy. Everyone is expertise in their own job, so it was very easy for a producer to produce a good film in Malayalam. पहले देखा शाइन का फिल्म, कौन सा फिल्म देखा? Sabhi, Daku Maharaj recently, Nani's film Dasra is big hit. Malayalam? Malayalam, the previous, what is that? Tallumalai, I have watched. Oh. Tallumalai I watched recently also. Recently there was one film, Which one? Amigo. Adigos Amigos. Adigos Amigos. बोलो नाम क्या है इसका फिल्म का? Amigos. Adigos Amigos. पांच जल्दी इसका नाम क्या है? Amigos. Adigos Adigos Amigos. Adigos Amigos. ये मलयालम ओके हटो. Adigos Amigos मलयालम स्पीड नहीं. विंसी का फिल्म का देखने के लिए कौन सा है? Vinci film. വിൻസിയുടെ ഫിലിം I thought of, കാണാൻ അടുത്ത്. no, she told her film is in Netflix. I thought of watching, but You didn't see Vigruthi. Vigruthi you did. ജനഗണമന Janaganamana also, it's a very less. You watched my I movie watched, Sutravakyam on Sutravakyam I July watched. 11th. Sutravakyam I watched. Okay, Sutravakyam I watched like almost more than 10 times. അല്ല വിൻസി എന്നൊരു കഥാപാത്രത്തെ ഇവര് പിക്ക് ചെയ്യുന്നെങ്കിൽ വിൻസിയെ കുറിച്ച് പഠിച്ചിട്ടായിരിക്കുമല്ലോ. It's a director. ഡയറക്ടർ പഠിച്ചു, പ്രൊഡ്യൂസർ പഠിച്ചിട്ടില്ല. ഡയറക്ടർ ആക്ച്വലി എന്നെ ഇതിലോട്ട് ഇൻവൈറ്റ് ചെയ്യുന്നത് സ്ക്രിപ്റ്റ് റൈറ്റർ റൈറ്റ് രജിൻ ചേട്ടനാണ്. റൈറ്ററാണ്. റൈറ്ററാണ്, പെൻഡിലത്തിന്റെ റൈറ്ററാണ്, ഇതിന്റെ റൈറ്ററാണ്. അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടല്ലേ? നമ്മളൊരു ആഡ് വർക്ക് ചെയ്തിരുന്നു ഒരുമിച്ച്. അതിൽ നിന്നുമാണ് രജിൻ ചേട്ടനെ എനിക്ക് കൂടുതൽ അറിയാം. പിന്നെ അതിൽ നിന്ന് ഇതിലോട്ടൊരു ഇൻവിറ്റേഷൻ വന്നു. ആക്ച്വലി ഇതില് മെയിൻ ക്യാരക്ടേഴ്സ് ഇത് ആ രണ്ട് കുട്ടികളാണ്. നേരത്തെ നമ്മൾ പ്രസ് മീറ്റിൽ ഇരുന്ന. പിന്നെ ദീപക് ചേട്ടനുണ്ട്, ദീപക് പറമ്പോൾ. ഓ അപ്പൊ മലയാളത്തിൽ കുറെ ആളുകള് നിങ്ങൾ അപ്പൊ ട്രെയിലർ കണ്ടില്ലേ? അത് കണ്ടു. അല്ല മലയാളത്തിൽ തന്നെ ഒരു സിനിമ ചെയ്യണം, അത് തെലുങ്കിലേക്ക് പോകണമെന്ന് തോന്നുമ്പോൾ തെലുങ്കിൽ നിന്നും ഒരു ആക്ടർ ഇല്ലാതെ തെലുങ്കിൽ എങ്ങനെ ബിസിനസ് എന്ന് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല അല്ലെ? Telugu, everyone knows Shine. We are Shine making market Vinci also. Market, there is no market for me in Telugu like that because the Telugu industry is very very big. വലിയൊരു ഇൻഡസ്ട്രിയാണ്. അതിൽ ഒരിക്കലും നമ്മൾക്ക് മാർക്കറ്റ് അല്ല, താരങ്ങളെ ബേസ് ചെയ്തിട്ട് പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് അത്. പിന്നെ ചെറിയ ചെറിയ കണ്ടന്റ് വൈസ് മൂവീസ് ഹിറ്റ് ആവാറുണ്ട്. In the Telugu, if you start as a new hero and if you take good films, also it might not work. But if they know, because most of the people know Shine, most of the people. You did 7 movies, no? In that stars the few known stars. First one is like without stars only, but You it acted was in? horror. No, you first time acting. No. This is third or fourth. Okay. നല്ല നടനാണ്. ആദിശക്തി. അദ്ദേഹത്തിന്റെ അമ്മ എന്ന് പറയുന്നുണ്ടായിരുന്നു, US-ല് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു. അതൊക്കെ വിട്ടിട്ട് പുള്ളി ഇപ്പൊ സിനിമയിലേക്ക് എത്തി. I have a own IT company and I came here. നല്ല പൈസ ഉണ്ട് ഷൈന. നല്ല പൈസ. The Hyderabad is booming state, no? Real estate and IT. That's അതാണല്ലോ രണ്ട് മേഖലയിലും ഭയങ്കര ബൂമിങ്. നമ്മൾ ഓരോ ദിവസവും ഹൈദരാബാദിൽ ചെല്ലുമ്പോൾ വ്യത്യസ്തമായി കൊണ്ടിരിക്കുക. ഹൈദരാബാദ് പുതിയ ദുബായ് പോലെ തന്നെ പുതിയ കൺസ്ട്രക്ഷൻസ്, പുതിയ ടൗൺഷിപ്സ്, ഭയങ്കര റിയൽ എസ്റ്റേറ്റ് ബൂമിങ്ങും പിന്നെ IT ബൂമിങ്ങും അവിടെ.
എനിക്കൊന്ന് ഷൈനി ഈ സിനിമയിൽ തന്നെ ഒത്തിരി കഥാപാത്രങ്ങളുണ്ടല്ലേ, ഒത്തിരി കഥാപാത്രങ്ങൾ, വലിയൊരു സിനിമയാണ്. നമ്മൾ സൂത്രവാക്യം വലിയൊരു സിനിമയാണ്. ആ സിനിമയുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ കുറേ ആർട്ടിസ്റ്റുകളുണ്ടായിരുന്നു. നമ്മൾ അവരൊക്കെ ഇന്നായിരിക്കും കാണുന്നത്, ഇന്നാണ് ഇവിടെ വന്നപ്പോൾ കാണുന്നത്. അവർ ഷൈൻ പേഴ്സണലായിട്ട് സംസാരിച്ചോ, ഷൈൻ്റെ ഒരു മാറ്റങ്ങൾ അവർ സംസാരിച്ചോ, ഷൈൻ എന്നൊരു വ്യക്തിയിൽ മാറ്റങ്ങൾ അവർ കണ്ട് സംസാരിച്ചോ? അങ്ങനെ എല്ലാവരോടും സംസാരിച്ചിട്ടില്ല. അങ്ങനെ മാറ്റങ്ങളെ കുറിച്ച് അങ്ങനെ സംസാരിച്ചിട്ടില്ല. ആക്ച്വലി അവര് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് പറയാറേ ഉള്ളൂ, അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കാറുണ്ട്, അല്ലെങ്കിൽ സൂചിപ്പിക്കാറുണ്ട്. മാറി ഇന്നിപ്പോൾ പ്രസ് മീറ്റിൽ അവർ കണ്ടപ്പോൾ മാറ്റമുണ്ടെന്ന് പറയും. നമ്മൾ ഇങ്ങനെ തന്നെയല്ലേ കാണുന്നത്, മറ്റുള്ളവരല്ലേ പറയുന്നത് മാറ്റമുണ്ടെന്ന് മാറ്റമില്ലെന്ന്. അപ്പോൾ ബാക്കിയുള്ള താരങ്ങൾ അല്ലെങ്കിൽ ആക്ടേഴ്സ് അവർ അവരുടെ ഫസ്റ്റ് മൂവി ആയതുകൊണ്ടാണ് നമ്മളോട് അധികം അങ്ങനത്തെ സംസാരിക്കാറില്ല. നമ്മളുടെ അല്ലെങ്കിൽ മാറ്റങ്ങളെക്കുറിച്ചും പൊതുവേ ഉണ്ടാവുന്ന ജനറലായിട്ടുണ്ടാവുന്ന സംഭാഷണങ്ങളിൽ പങ്കെടുക്കാറുണ്ട്, അല്ലെങ്കിൽ സംസാരിക്കാറുണ്ട്. പിന്നെ ഷൂട്ടിങ് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഇന്നാണ് കാണുന്നത്, എല്ലാവരും കാണുന്നത്. എനിക്കൊന്ന് വിൻസി, നിങ്ങൾ അയൽവാസികളായിരുന്നു. സിനിമയിൽ നിങ്ങൾ ഇതിനു മുമ്പ് ഒരുമിച്ച് അഭിനയിച്ച സിനിമ ഇല്ലല്ലോ, ഈ സിനിമയാണ് ആദ്യം അഭിനയിച്ചല്ലേ? നേരത്തെ പ്രസ് മീറ്റിൽ ഒരു ചെറുപ്പം തൊട്ട് കാണുന്ന ഒരാളാണ്. ഇല്ല, ഞാൻ ആ കൂടി എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ഒരു പെരുന്നാളിന്റെ സമയത്ത് പള്ളിയിൽ ഫാമിലി ആയിരുന്നു ആ പെരുന്നാൾ ഏറ്റെടുത്ത് നടത്തുന്നുണ്ടായിരുന്നു. ചെറിയൊരു ഇടവകയാണ്, ഒരു 10-100 പേര് മാത്രം ഉണ്ടാവുന്ന കുടുംബങ്ങൾ മാത്രം മാക്സിമം ഉണ്ടാവുള്ളൂ. അപ്പൊ അന്ന് പെട്ടെന്ന് നമ്മളെ ഒരു പള്ളിയുടെ മുന്നിൽ വെച്ചിട്ട് നമ്മൾ സംസാരിച്ച് നിന്നിട്ട് പള്ളി വിട്ട് ബാക്കി എല്ലാവരും വീട്ടിലെത്തി. ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കുറെ നേരം സംസാരിച്ചു എന്തൊക്കെയോ. അപ്പൊ മൂവി ഇഷ്ടമുള്ള 2 വ്യക്തികൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോ അന്ന് ഞാൻ +2 പഠിക്കുക. അപ്പം എനിക്ക് മൂവി ഒരു ബന്ധമില്ല. അപ്പം ഞാൻ ആദ്യമായിട്ട് ഒരു ആക്ടറിനെ മുന്നിൽ കാണുന്നു. പിന്നെ പള്ളിയിലൊക്കെ ഇങ്ങനെ കുറേ പറഞ്ഞു കേൾക്കാം. അപ്പം എനിക്ക് ആഗ്രഹമുണ്ട് സിനിമയിലോട്ട് വരാൻ. അപ്പം ഞാൻ ചോദിച്ച് മനസ്സിലാക്കുക എങ്ങനെയാണ്, എന്തെങ്കിലുമൊക്കെ വഴിയുണ്ടോ വരാനായിട്ട്. അപ്പം അന്യ റസൂലും ചെയ്തിരിക്കുന്ന സമയമാണ്, പൊന്നാനിയിൽ ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എന്തൊക്കെയോ അങ്ങനെ സംസാരിച്ച ഓർമ്മകൾ എനിക്കുള്ള. പിന്നെ കണ്ടിട്ടില്ല. പിന്നെ കാണുന്നത് ലാൽജു സാറിൻ്റെ മകളുടെ എൻഗേജ്മെന്റിന് ഒരു വട്ടം ഒരു നോക്ക് കണ്ടു. പിന്നെ കാണുന്നത് ഞാൻ പിന്നെ നായകൻ എന്നുള്ള പ്രോഗ്രാമിൽ കണ്ടിട്ടുണ്ട് വിൻസിനെ. പിന്നെ വികൃതിയിൽ വരുമ്പോഴാണ് പടത്തില് ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിനുശേഷം വികൃതിയില് അഭിനയിക്കാൻ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് വിൻസി സിനിമയിലേക്ക് എത്തിയത്. അഭിനയിച്ചല്ലോ. ഇല്ല, വികൃതിയാണ് ഫസ്റ്റ് മൂവി. അതിനുശേഷം പിന്നെ രേഖയിലാണ് സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അതിന്റെ ട്രെയിലർ എനിക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ബന്ധമാണുള്ളത്. അന്നത്തെ ഈ സിനിമയിലാണ് നേരിട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്നു കാണുന്നത്. ഈ രേഖ സിനിമയെ കുറിച്ച് അതൊരു സംസ്ഥാന അവാർഡ് എന്ന് വെച്ചാൽ ആ സിനിമ വേണ്ടത്ര തിയേറ്ററിൽ ഏറ്റെടുത്തത്. എനിക്കൊന്ന് വിൻസിയൊക്കെ വനിതയിൽ വന്നിട്ട് വളരെ വിഷമങ്ങൾ പറഞ്ഞു പോയാണ് ഈ സിനിമ ആരും ഏറ്റെടുത്തത്. പക്ഷെ ഒരു സംസ്ഥാന അവാർഡിലേക്ക് വന്നു കഴിയുമ്പോൾ വിൻസി ഹൈപ്പിലായി. വിൻസിക്ക് ഒരു ഭാരം കൂടി, ഇനി ചെയ്യുന്ന കഥാപാത്രങ്ങൾ അതിനപ്പുറത്തേക്ക് ചെയ്യണമല്ലോ കഥാപാത്രങ്ങൾ. പ്രഷർ അത്ര ഇഷ്ടപ്പെട്ട് സംസ്ഥാന അവാർഡ് കിട്ടിയ ഒരു സിനിമയാണ്. അത്തരം സിനിമകൾക്ക് ശേഷം വേണ്ടത്ര സിനിമയിലേക്ക് എത്താൻ പറ്റാതെ പോയി എന്നുള്ള ഭയമുണ്ടോ? ഇല്ല, സിനിമയിൽ ഓഫേഴ്സ് ഒക്കെ വന്നിരുന്നു, നല്ല സിനിമകൾ വന്നിരുന്നു. എനിക്ക് ഈ അവാർഡ് കിട്ടിയപ്പോൾ ഞാൻ അവാർഡിന് ഒരിക്കലും തള്ളി പറയല്ല. എനിക്ക് അഹങ്കാരം കൂടിയിട്ടുണ്ടായിരുന്നു ഒരു പോയിന്റിൽ. അത് എനിക്ക് മാത്രം മനസ്സിലാവുന്ന, ബാക്കി ആർക്കും മനസ്സിലായില്ലെങ്കിൽ നമുക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തലയെടുപ്പോ സംതിങ് നമ്മളെ ക്യാരി ഓവർ ചെയ്യുന്നുണ്ടായിരുന്നു എന്ന് കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പം നമ്മൾ നഷ്ടപ്പെടുത്തിയ ഒത്തിരി ഓഫേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അല്ലാതെ അവാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് നമ്മുടെ കിട്ടുന്ന ഒരു അപ്രിസിയേഷനാണ്. അത് എന്നും ഒരു ഭാരമായിട്ട്, അതിന് ശേഷം മൂവീസ് സെലക്ട് ചെയ്യുമ്പോഴും അങ്ങനെ വലിയ ഭാരമായിട്ടും തോന്നിയിട്ടില്ല. എനിക്ക് കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള കുറച്ച് മൂവീസ് ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ട് ഇപ്പം. മാത്രമേ ഉള്ളൂ റെസ്പോൺസിബിൾ ഇൻ ദ സെൻസ് നമ്മൾ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതിന് അങ്ങനെ ഒരു ചിന്താഗതി ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, വിൻസി തുറന്നു പറഞ്ഞോട്ടെ. ഇപ്പൊ തുറന്നു പറഞ്ഞൊരു പറച്ചിലാണ്, എനിക്ക് സ്വയം അഹങ്കാരം ഉണ്ടായിരുന്നു. എല്ലാവരും പറയുന്ന ഒരു സാധനമല്ല വിൻസി ഇപ്പൊ പറഞ്ഞത്. ഈ അഹങ്കാരം എന്ന് പറഞ്ഞാൽ അഹം എന്നുള്ള ഭാവം ഉണ്ടാവും എല്ലാവർക്കും. അതാണ് മുന്നോട്ട് നയിക്കുന്നത്. അത് പലപ്പോഴും അതിന്റെ ഏറ്റക്കുറച്ചിലുകൾ എല്ലാവരിലും സംഭവിക്കാം. ചിലപ്പോൾ കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. പക്ഷെ അഹന്ത എന്ന് പറയുന്നത്, ആ ഈഗോ എപ്പോഴും നല്ലതാണ് നമ്മൾ മുന്നോട്ട് നയിക്കാൻ. അത് നമ്മൾ പ്രൊഡക്റ്റീവ് ആക്കിയാൽ മതി. പക്ഷെ നമ്മൾ ഇതാവുമ്പോൾ നമ്മൾ പലപ്പോഴും നമ്മൾ ഒരു റിയാലിറ്റി മനസ്സിലാക്കാതെ വേറെ അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നിൽ ഉണ്ടായിരുന്നു ഒരു പോയിന്റിൽ.
അത് വിൻസി പറഞ്ഞ കണ്ടോ, എനിക്കും അങ്ങനെ വിൻസിയിൽ നിന്നും അനുഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത് വിൻസി നേരത്തെ അങ്ങനെ അല്ലായിരുന്നു, വിൻസി എന്നെ ഇടപെട്ടുകൊണ്ടിരുന്നു. പക്ഷെ പിന്നീട് അവാർഡ് കിട്ടിക്കുമ്പോൾ വിൻസിയുടെ സ്വഭാവത്തിലൊരു മാറ്റം ഞാൻ പറയണമെന്ന് തോന്നി. വിൻസി പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറയും അല്ലേ വിൻസി? ഞാൻ അങ്ങനെ എന്തെങ്കിലും എനിക്കുണ്ടായ അനുഭവങ്ങൾ നമ്മൾ ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. എനിക്ക് കുഴപ്പമില്ല, ഞാൻ അങ്ങനെ പെരുമാറിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയാം പറഞ്ഞതിൽ. അല്ല വിൻസി തന്നെ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ എനിക്ക് കുറെ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആൻഡ് അവിടെയാണ് നമുക്ക് ഹിറ്റ് ചെയ്യുന്നത്. എന്തോ സംതിങ് ഇസ് എൻ്റെ ഉള്ളിൽ എന്തോ റോങ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് പിന്നെ മനസ്സിലാവുന്നത് റൈറ്റായ ട്രാക്കിലല്ല ഞാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി സ്വയം തിരുത്തായിരുന്നു. സ്വയം തിരുത്തപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പൊ തിരുത്തി, സ്വയം തിരുത്തി, ഇപ്പോൾ ഒരു റിലാക്സ് ഇല്ലേ? ഭയങ്കരമായിട്ട് ഒരു എന്താ പറയാ, ആള് എല്ലാവരും ഒരേപോലെ കാണാനും ഒക്കെ ഉള്ള ഒരു മെന്റാലിറ്റി ഉണ്ട്. ടീച്ചറായ മമ്മി ഉപദേശം തന്നില്ലേ? അവരാണ് ആദ്യം മനസ്സിലാക്കിയത്. കുറച്ച് അപ്പച്ചനും അമ്മയാണ് ഏറ്റവും ആദ്യം മനസ്സിലാക്കിയത്. നീ പോകുന്ന ട്രാക്ക് കുറച്ച് കൂടുന്നുണ്ട്, താഴ്ത്തിവാന്ന് അപ്പച്ചനും അമ്മയാണ് ആദ്യം എന്നോട് പറഞ്ഞത്. അപ്പോഴും എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ നഷ്ടങ്ങൾ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ തിരുത്തേണ്ട സമയമായി. Rega, I did Marivilan Gopurangal, and after this Sutravakyam. When Eugene told, Eugene is the director, so he was very happy when Shine is onboarded. After that, there is one more actress who we were supposed to work with. She worked in Telugu also. In Malayalam, she's from Malayalam, and she worked in Telugu also. Then at the end, I think before we start, like 10 days before you got onboarded, he is like very happy, very very happy. Oh, Vinci is Vinci. ഇതിന് ശേഷമാണ് അതൊക്കെ. I don't know about I didn't saw the films na. Then he was like she's the what is it state award winner, these things. Okay. അല്ല, ഈ വിൻസിയുടെ ഒരു മാറ്റം വിൻസി സ്വയം പറയുന്നുണ്ട്. അതേപോലെ ഒരു മാറ്റമാണ് ഇപ്പോൾ ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന ഒരു ആക്ടറിനുണ്ടായിരിക്കുന്നത്. വിൻസിയുടെ മാറ്റം വിൻസി ഇപ്പോൾ സ്വയം പറഞ്ഞ കേട്ടോ. അതിനൊരു തലക്കനം കയറി, അതിൽ പലതും നഷ്ടപ്പെട്ടു. അത് തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കും ഉണ്ടായിരുന്ന ഒരു സമയമാണ്. ഞാനല്ലാതെയായി മാറി എന്ന് വെച്ചാൽ ഷൈൻ അല്ലാതെ. പക്ഷേ ഷൈനിപ്പോൾ ഒരു മാറ്റങ്ങളാണ് സംഭവിച്ചിട്ടുണ്ട്. അത് ഭാഗ്യം കൊണ്ട് അല്ലെങ്കിൽ എന്ത് ഭാഗ്യക്കേട് കൊണ്ടാണെങ്കിലും ഷൈൻ ഒരു മാറ്റം കാണുമ്പോൾ എല്ലാവർക്കും, ലോകത്തുള്ള എല്ലാ മലയാളികളും ഷൈനെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇഷ്ടമാണ്. നിങ്ങൾ തമ്മിൽ എന്ത് വിഷയമാണ്, വിൻസിക്കും ആ ഷൈനെയാണ് ഇപ്പോൾ ഇഷ്ടപ്പെട്ടിരിക്കുന്നത്, എനിക്കും ആ ഷൈനെയാണ് ഇഷ്ടപ്പെട്ടിരിക്കുന്നത്. ആ ഒരു മാറ്റങ്ങൾ സ്വയം വരുത്തിയ സ്വയം ഇഷ്ടമില്ലാതിരുന്ന സമയം ഉണ്ടായിരുന്നു. ഇല്ല, എനിക്ക് നിന്നെ എന്നും ഇഷ്ടമാണ്, എനിക്ക് നിന്നെ എന്നും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ പഴി കേൾക്കാറുണ്ട്. ഷൈൻ്റെ കൂടെ നിന്നിട്ട് പഴി കേൾക്കാറുന്ന ഒരു വ്യക്തിയാണ്. ഒരു മാധ്യമപ്രവർത്തനം, ഒരു സുഹൃത്ത് എന്ന നിലയിലാണ് ഞാൻ ഷൈനെ കാണുന്നത്. അത് നിങ്ങൾക്ക് മാത്രമല്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും എൻ്റെ അനിയനും എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ കൂടെ നിൽക്കുന്ന എല്ലാവർക്കും എല്ലാ കാലത്തും പഴി കേൾക്കാറുണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നതിന്. കാരണം ഞാൻ ആരും ഉപദ്രവിക്കണം എന്ന് വിചാരിച്ച് ചെയ്യുന്നതല്ല. അതൊന്നും എന്തോ അങ്ങനെയൊക്കെ സംഭവിച്ചു പോകാറുണ്ട്. അതിപ്പോൾ ഈ സംഭവങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് പല മാധ്യമങ്ങളിലും എൻ്റെ കുടുംബത്തെക്കുറിച്ചും ഡാഡിനെയും മമ്മിയും അനിയനെയും ജോക്കുട്ടിനെയും കുറിച്ചും കീറി മുറിച്ച് ചർച്ച ചെയ്യുന്ന തരത്തിലടക്കം, അതായത് നേരിട്ട് കണ്ടിട്ടില്ലാത്ത ആളുകൾ കൂടുതലും അങ്ങനെ ചർച്ച ചെയ്തിരുന്നത്. അപ്പോൾ അത് പക്ഷെ പലരും ഡാഡിയുടെ മരണത്തിന് ശേഷം പറയായിരുന്നു, എനിക്കുണ്ടായിരുന്ന മാറ്റം ഡാഡി കണ്ടിരുന്നു, അതിൽ സന്തോഷം, വളരെയധികം സന്തോഷിച്ചിരുന്നു. ഞാൻ ചോദിക്കും, ഡാഡിക്ക് സന്തോഷത്തോടെയാണോ ഡാഡി പോയത് എന്ന് ഞാൻ കാണുന്ന, അല്ലെങ്കിൽ ഡാഡി ആ അവസാന സമയങ്ങളിൽ കണ്ടിരുന്ന, കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന എല്ലാവരോടും, അതായത് ബന്ധുക്കളുടെ ഇടയിലാണെങ്കിലും കൂട്ടുകാരുടെ ഇടയിലാണെങ്കിലും ഞാൻ ചോദിക്കുകയായിരുന്നു, ഡാഡി സന്തോഷിച്ചിരുന്നോ എൻ്റെ മാറ്റം കണ്ടിട്ട്? നമുക്കറിയില്ലല്ലോ അത്. ഡാഡി അങ്ങനെ ഓപ്പണായിട്ട് ഡാഡി എൻ്റെ അടുത്ത് സംസാരിക്കില്ലല്ലോ ഒരു മാതാപിതാക്കളും. അവർ ബാക്കിയുള്ളവരോടാണ് സംസാരിക്കുക. ഇപ്പോൾ ഷൈനിന് മാറ്റമുണ്ട്, ഡാഡി ഹാപ്പി ആയിരുന്നു എന്ന് അറിയുന്നില്ല. എല്ലാ ദിവസവും രാവിലെ ഈ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ എൻ്റെ ഓർമ്മകൾ തുടങ്ങുന്നത്. എല്ലാ ദിവസവും ഈ ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഞാൻ കണ്ണു തുറക്കുന്ന സമയത്ത് ഓൾറെഡി ഡാഡി മരിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിയിൽ വെച്ചിട്ട്. ഞാൻ എന്താണ് എങ്ങനെയാണ് ഇടിച്ചതെന്നും എന്താണ് സംഭവിച്ചതെന്നും ഒന്നും എനിക്ക് വ്യക്തതയുണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും ഉറക്കത്തിലായിരുന്നു. വണ്ടി ഇടിച്ചതിന് ശേഷം കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് എനിക്കൊക്കെ ഓർമ്മ വന്നത്. കാരണം ഹിറ്റിൽ തന്നെ ഇവിടുന്ന് മൾട്ടിപ്പിൾ ഫ്രാക്ചർ ഉണ്ടായിരുന്നു, ബട്ടർഫ്ലൈ ഫ്രാക്ചർ എന്ന് പറയും. അപ്പോൾ ഓർമ്മ പോയിട്ടുണ്ടാവാമെന്നാണ് ഡോക്ടർ പറയുന്നത് ആ ഐഡിയയിൽ, ഉറക്കത്തിൽ തന്നെ. പക്ഷെ ഡാഡി ആ ഓർമ്മയിൽ നിന്ന് തിരിച്ച് ഉണർന്നില്ല. മമ്മയും ജോക്കുട്ടനും ഒന്ന് ഒരു പോറൽ പോലെ അത് കിട്ടി. ജോക്കുട്ടനും പാച്ചുമാണ് ഞങ്ങൾ കാറിൽ വാരിയിട്ട് കൊണ്ടുപോകുന്നത്.
മമ്മി ഇപ്പോഴും ബെഡ് റെസ്റ്റിലാണ്. അപ്പോൾ അതിൻ്റെ ഓർമ്മകളായിട്ടാണ് അതിൻ്റെ ചില അതിൻ്റെ ചില നമ്മളെ ഇപ്പോഴും എനിക്ക് വ്യക്തതയില്ലാത്ത ചില ഓർമ്മകളിൽ നിന്നാണ് പലപ്പോഴും പല ദിവസങ്ങളും ആരംഭിക്കുന്നത്. എന്താണെന്ന് ഞാൻ ആലോചിച്ചിങ്ങനെ കിടക്കും. എന്താണ് ശരിക്കും സംഭവിച്ചത്, എങ്ങനെയാണ് സംഭവിച്ചത്, ഡാഡി ഉറങ്ങിയിട്ടുണ്ടായിരുന്നോ, മരിക്കണ സമയത്ത് ഓർമ്മയുണ്ടായിരുന്നു. അവസാനം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്ന സമയത്ത് ഡാഡിക്ക് ഹെഡ് ഇഞ്ചുറി ഉണ്ടായിരുന്നു, റിബ് 2 പോയിട്ടുണ്ടായിരുന്നു, ലങ്സിൽ ഡാമേജ് ഉണ്ടായിരുന്നു, ലിവർ കട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോഴും ആലോചിച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നത് ഡാഡിക്ക് ഓർമ്മയുണ്ടായിരുന്നു, ഡാഡി ഉണർന്നിരിക്കുകയായിരുന്നു. സാധാരണ ഡാഡി ഉണർന്നിരിക്കും വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ. അപ്പോൾ ഡാഡിക്ക് അറിയായിരുന്നു ഡാഡി മരിച്ചത്. അങ്ങനത്തെ പല പല സംശയങ്ങൾ, അതിനൊന്നും എനിക്ക് ഉത്തരങ്ങളില്ല. അപ്പോൾ ഡാഡി സന്തോഷം ഡാഡിക്ക് ഉണ്ടായിരുന്നു എൻ്റെ മാറ്റത്തിൽ. 100%. അവസാനം നിങ്ങൾ കുടുംബമായിട്ടുള്ള ഇൻ്റർവ്യൂ എൻ്റെ അടുത്താണ് പറഞ്ഞത്. ഈ ആക്സിഡൻറ്റ് ഒരു 5-6 ദിവസം മുമ്പാന്ന് എനിക്ക് തോന്നുന്നു. അന്ന് ഡാഡി പറഞ്ഞൊരു വാക്ക് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ഇത്ര നാളും മാനേജറായിട്ടാണ് പോയത്, ഇനി എനിക്ക് ഡാഡിയും മമ്മിയായിട്ട് പോകണം. അപ്പം ഷൈനിലുണ്ടായ മാറ്റം കണ്ടിട്ടാണ് അന്ന് ഡാഡി പറഞ്ഞതെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത്. ഡാഡി സന്തോഷവാനായിട്ട് തന്നെയാണ് പോയിരിക്കുന്നത്. അത് ഉറപ്പിച്ച് കഴിയാൻ എനിക്ക് കഴിയും. കാരണം അത്രമാത്രം കുടുംബമായിട്ട് ബന്ധപ്പെട്ട് നിന്ന് അന്നത്തെ ഇൻ്റർവ്യൂവിൽ ഡാഡി പറഞ്ഞ ഒരു കാര്യമാണ്, ഞാൻ ഇത്രയും നാളും ഡാഡിയും മമ്മിയും മാനേജറായിട്ട് പോയി, ഇനി എനിക്ക് ഡാഡി ആയിട്ടൊന്ന് പോകണം, ഡാഡി ആയിട്ട് ഇനി പോകാൻ തുടങ്ങുന്നതെന്ന് ഡാഡി പറഞ്ഞു. അപ്പോൾ ഡാഡി സന്തോഷവാനായിട്ട് തന്നെയാണ് ഷൈന പോയത്. ഷൈന അലട്ടുന്ന പോലെ ഒന്നുമില്ല, ഡാഡി സന്തോഷവാനായി തന്നെയാണ് പോയി. പിന്നെ എല്ലാം പൂർത്തീകരിച്ചിട്ട് ഒരു ജന്മങ്ങളും ഒരിക്കലും എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചിട്ടൊക്കെ ആയിരിക്കും എല്ലാവരും. പണി തീരാത്ത വീടെന്നുകൊണ്ട് പണ്ട് ഞാൻ നസീറിന്റെ ഒരു പടം കണ്ടത് ഓർമ്മയില്ല. ഒരു ജീവിതങ്ങളും പൂർത്തീകരിച്ചിട്ടല്ല അവസാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിച്ച് നമ്മൾ പൊരുത്തപ്പെടും. അല്ല, മറവിയാണല്ലോ ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. മറവിയിലൂടെ യാത്ര ചെയ്താൽ മാത്രമേ മുന്നോട്ടുള്ള യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതിന് മാറ്റമൊന്നുമില്ല. വിൻസി, ഈ ഒരു സിനിമയിലേക്ക് നമ്മൾ വീണ്ടും സിനിമയിലേക്ക് എത്തിക്കുമ്പോൾ പല പല കഥാപാത്രങ്ങൾ ആയി വിൻസി ചെയ്തിട്ടുണ്ട് അല്ലേ? ചെയ്ത കഥാപാത്രങ്ങളുള്ള വ്യത്യസ്തമായിരുന്നു. പക്ഷേ രേഖയിലൂടെയാണ് സിനിമയിൽ ഒരു അവാർഡ് കിട്ടുന്നത്. അവാർഡ് എന്നൊരു കാര്യം ഒരു പ്രതീക്ഷയായിരുന്നില്ല, ഒരിക്കലും ആയിരുന്നില്ല. പക്ഷേ സിനിമ ഞാൻ നേരത്തെ പോലെ തിയേറ്ററുകളിൽ ആളുകൾ കയറാത്ത ഒരു വിഷമഘട്ടം ഞാൻ ഉൾപ്പെടെ വാർത്ത ചെയ്തതാണ്. വിൻസിയുടെ വാക്കുകളെടുത്ത് വാർത്ത ചെയ്തൊരു വ്യക്തിയാണ് വനിതാ തിയേറ്ററിൽ വന്നിട്ട്. വിൻസിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പക്ഷെ കണ്ട എനിക്ക് ഇഷ്ടപ്പെടുന്ന ഞാൻ വിൻസിയോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അത്തരം സിനിമകൾ തിയേറ്ററിൽ വിജയിക്കുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ട്? മേ ബി ഒരു കാര്യം ടൈം ആയിരിക്കാം. അന്ന് ആ സമയത്ത് ഇരട്ടയും ഇതുപോലെ തിയേറ്റർ സക്സസ് ആയിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഇതേപോലെ പറയുന്നുണ്ടായിരുന്നു ഇരട്ടി നല്ല മൂവി ആയിരുന്നു. അപ്പം ആ ഒരു ജോണർ ആ സമയത്ത് ചിലപ്പോൾ വർക്കായി ഉണ്ടാവില്ല എന്നുള്ളതായിരിക്കാം. പിന്നെ പ്രൊമോഷൻ്റെ കുറവുകളായിരിക്കാം. എൻ്റെ മൈൻഡിൽ എനിക്ക് തോന്നുന്നതാണ് ഞാൻ പറയുന്നത്. എനിക്കതൊന്നും ഇനി എടുത്തിടാനോ ഒന്നും അതായിരിക്കാം, എനിക്കറിയില്ല. പിന്നെ അറിയില്ല എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഇപ്പോഴും തിയേറ്ററിലോട്ട് ആളുകളെ വരുത്തിക്കുന്നത് എന്നുള്ളത് എനിക്കറിയാം. പിന്നെ അതൊരു ഫാമിലി മൂവി ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പം അത് ഒരു ഫാക്ടർ ആയിരിക്കാം. അങ്ങനെ പല ഫാക്ടർ ഉണ്ടായിരിക്കാം. അത് നമ്മുടെ ചിത്രങ്ങൾ മാത്രമല്ല, ഈ പറയുന്ന മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും വളരെ നല്ല കഥാപാത്രങ്ങളും അവാർഡ് കിട്ടിയ പല മൂവികളും ചിലപ്പോൾ സ്വീകരിക്കപ്പെടാതെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ വാനപ്രസ്ഥം പോലത്തെ ലാലേട്ടൻ്റെ പടം ചെയ്തിട്ട് തിയേറ്ററിൽ ഇപ്പോൾ നരസിംഹം പോലെ ഓടാത്തൊരു ചിത്രമാണ്. മമ്മൂക്കാടി അങ്ങനത്തെ നല്ല ചിത്രങ്ങളുണ്ട്, നല്ല കഥാപാത്രങ്ങൾ. ഞാൻ ചെയ്ത അടിത്തട്ട് എനിക്കിപ്പോഴും വിചാരിക്കുക എന്തുകൊണ്ടാണ് ആളുകൾ വരാതിരിക്കുന്നത്. ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കുന്നത് എന്താണെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഈ പറഞ്ഞ പോലെ ക്വാളിറ്റി ഉണ്ടെങ്കിലും പലപ്പോഴും ചിലപ്പോൾ ആ ടൈമിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ ആ സമയത്ത് അങ്ങനത്തെ ഒരു ഇമോഷൻ ആയിരിക്കില്ല ആളുകൾക്ക് മുന്നോട്ട് നയിക്കുന്നത്. ഓരോ ട്രെൻഡിങ് സാധനങ്ങളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ നല്ല സിനിമ എന്നും നല്ല സിനിമയായിട്ട് തന്നെ ആയിരിക്കും, ഒരു മാറ്റമില്ല, നല്ലത് തന്നെ ആയിരിക്കും. അതങ്ങനെ തന്നെ പോവുള്ളൂ. इसका डिस्ट्रीब्यूशन कोचुमन sir. कितना थिएटर में रिलीज? We are all over the world. We are releasing more than 350 theaters. Oh. In Kerala itself, 100 theaters. First time in Kerala, second time in Telugu. 18th in Telugu, but in Malayalam itself, we are releasing 350 theaters all over the world. Except other than on 18th again, there will be another added 200 screens. कितना सॉन्ग है इसका? Song 5 songs. 5 song. 5 songs. कौन है म्यूजिक डायरेक्टर? One extra promo song we have done, but actually we thought of doing it video shoot and all that. We didn't get time, so we had to release it with the footage what we have. So yeah, Zeen is the music. Oh. Zeen be
Joseph. Yeah. And ജീൻ പി ജോസ്. അത് നേരത്തെ ഏത് ചെയ്തിരിക്കുന്നത്? Pendulum before. Pendulum. There is a second film for him. He did the songs and all that, but the background is again a different team. Background for the second half background will be like very different. So basically, we, as I mentioned previously, we brought a new equipment from the UK side to make that sound better in theaters. So you get like a lot of vibrations in even in 2D. But that type of theater is not here, no? We have a pick one, but Only, this is the regular theaters also. It works with the 5.1. Okay. So that is the difference in this thing which we have worked on. പക്ഷേ എന്തായാലും സൂത്രവാക്യം സിനിമ ഹിറ്റാകണം. എൻ്റെ അത്ര പ്രതിസന്ധിയിലൂടെ പോയൊരു സിനിമയാണ്. പല പല വിവാദങ്ങളും പല പല പ്രശ്നങ്ങളുണ്ടായ ആ സിനിമ പ്രേക്ഷകർ കാണാൻ കാത്തിരിക്കുകയാണ്. ആ സിനിമ ഫസ്റ്റ് ഡേ തന്നെ ഞാൻ കാണും. ഫസ്റ്റ് ഡേ കണ്ടിട്ട് ഞാൻ അതിൻ്റെ കാര്യങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളെ 3 പേരെ ഞാൻ ബോധ്യം. മൂവി സ്ലോ പേസിൽ തുടങ്ങിയിട്ട് ലാസ്റ്റ് ആൾക്കാരെ ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതിയിലാണ്. അങ്ങനെയാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമേ തുടങ്ങുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല. ഗ്രാജുവലി അന്വേഷണത്തിലേക്ക് എത്തുകയും ഒരു കണക്ക് സോൾവ് ചെയ്യുന്നത് പോലെ ഒരു എല്ലാ ക്യാരക്ടേഴ്സിനെയും ആദ്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് അങ്ങനെ കണക്ക് തുടങ്ങി സോൾവ് ചെയ്യപ്പെട്ട് അതിന്റെ ഉത്തരം കണ്ടെത്തുന്ന പോലെ തുടങ്ങുന്ന ഒരു കണക്കുകൂട്ടൽ പോലെ തന്നെയാണ്. അതാണല്ലോ കണക്കുകൂട്ടൽ ചില വലിയ പ്രശ്നമല്ലോ എന്ന് പറഞ്ഞാൽ സ്ലോയിൽ പോയിട്ട് ഹൈപ്പിലേക്ക് കൊണ്ടുവന്ന ഒരു സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. പക്ഷേ ഒരു ചോദ്യം കൂടി ചോദിച്ച് അവസാനിക്കുന്നു. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ എനിക്ക് മാനസികമായിട്ട് പൊരുത്തപ്പെടാവുന്ന ഒരു കാര്യം മുതലോ ഇങ്ങനെ ഇൻ്റർവ്യൂ ഇരിക്കുമ്പോൾ ഡാഡി ആ കസേര കാണുന്നതാണ്. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ എന്നും ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇത്ര വർഷത്തിനിടയ്ക്ക് ഷൈൻ്റെ എന്ന് ഇൻ്റർവ്യൂ എടുത്താലും അപ്പുറം ഇരിക്കുന്ന ഡാഡിയാണ് എൻ്റെ മുഖത്ത് വരുന്നത്. ഡാഡി മുകളിൽ ഇരുന്ന് കാണുന്നു എന്നൊരു സമാധാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഡാഡി എന്നൊരു മമ്മി ഈ ആക്സിഡന്റ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരുമിച്ച് ഒരു ആംബുലൻസിലാണ് വന്നത്, ഞാനും മമ്മി. അപ്പോൾ ഡാഡി എവിടെയാണെന്ന് മമ്മി ചോദിക്കും. അപ്പോൾ ഞാൻ പറയും ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കരയും. മമ്മി അപ്പോൾ വിചാരിക്കുന്നത് കൂടെ തന്നെ അപ്പുറത്തെ ആംബുലൻസിലുണ്ടെന്നാണ്. അപ്പം ഞാൻ കരയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിക്ക് അങ്ങനെയെങ്കിലും അല്ലാതെ ഡാഡി മരിച്ചു എന്ന് മമ്മിയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയാം. ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, എങ്ങോട്ടും പോവില്ല ഇനി നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കരയും. അങ്ങനെയെങ്കിലും മനസ്സിലാവാം. പക്ഷെ മമ്മിക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അല്ലെങ്കിൽ ബ്രെയിനിൽ ചെറിയ ഒരു ഇടിച്ചതിൻ്റെ ഒരു ക്ലോട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞാലും വീണ്ടും മറക്കും. അത് വീണ്ടും ചോദിക്കും ഡാഡി എവിടെയാ വണ്ടി ആക്സിഡന്റ് ആയതിനു ശേഷം ഞാൻ ഡാഡിനെ കണ്ടിട്ടില്ല. ഞാൻ പറയും ഡാഡി നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള വിശ്വാസത്തിലാണ്. തീർച്ചയായിട്ടും ഡാഡി കൂടെ തന്നെ ഉണ്ട്, എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. ഇനിയുള്ള യാത്ര സുഗമമായ യാത്രയാകട്ടെ. ഡാഡിയുടെ എല്ലാ കുറവുകളും ഡാഡി ഇടവും വലവും ഉണ്ടെന്നുള്ള വിശ്വാസത്തിൽ യാത്ര തുടരുക. നല്ല നല്ല സിനിമകൾ ചെയ്യുക, നല്ല ഭാഗമാവുക. ഡാഡിയുടെ എല്ലാ ചുമതലയും ഇപ്പം ജോക്കുട്ടനിലേക്ക് മാറുന്നുണ്ട്. ജോക്കുട്ടൻ ആക്റ്റീവായിട്ട് വരുന്നുണ്ട്. ജോക്കുട്ടനാണ് എല്ലാം ചെയ്യുന്നത്. അതെ, അതാണ് ഏറ്റവും സന്തോഷം. ജോക്കുട്ടൻ നമ്മൾ കാണുന്നത് ജോക്കുട്ടനല്ല, ഇപ്പം ജോക്കുട്ടനിലെ എല്ലാ പക്വതയോടുകൂടി ഒരു ജോക്കുട്ടനെ കാണാൻ കഴിഞ്ഞാൽ നിരന്തരം വരുന്നതും ബന്ധപ്പെടുന്നതുകൊണ്ട് എനിക്ക് മനസ്സിലാവുന്നു. എന്തായാലും യാത്ര സുഗമമാകട്ടെ. ഒത്തിരി സന്തോഷം 3 പേർക്ക്. താങ്ക് യു വെരി മച്ച്.